കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 4-ൽ നിന്ന് അന്താരാഷ്ട്ര വിമാന കമ്പനികളുടെ സർവീസുകൾ ആരംഭിച്ചു. ഘട്ടം ഘട്ടമായി സർവീസുകൾ പുനഃക്രമീകരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ടെർമിനൽ 4-ൽ നിന്ന് ഈജിപ്ത് എയറും ഫ്ലൈ ദുബായുമാണ് ആദ്യമായി സർവീസ് ആരംഭിച്ചത്. ഇറാനിയൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തകരാറിലായ കുവൈറ്റ് ഇന്റർനാഷണൽ ടെർമിനൽ 1-ലെ സേവന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നവരെയുള്ള ഘട്ടം ഘട്ടമായുള്ള പദ്ധതിയുടെ ഭാഗമാണിത്. എയർ അറേബ്യ, മിഡിൽ ഈസ്റ്റ് എയർലൈൻസ്, സിറിയൻ എയർലൈൻസ്, എമിറേറ്റ്സ് എന്നിവ ജൂൺ 18 മുതൽ സർവീസുകൾ ആരംഭിക്കും. 19-ന് ഗൾഫ് എയർ വിമാന സർവീസ് തുടങ്ങും. നൈൽ എയറും യമനിയും ശനിയാഴ്ച 2 വിമാന സർവീസുകൾ നടത്തും. ഈജിപ്ഷ്യൻ എയറിലും ദുബായ് ഫ്ലൈറ്റിലുമായി 422 യാത്രക്കാർ ടെർമിനൽ യു ഉപയോഗിച്ചതായി കുവൈറ്റ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. എല്ലാ സുരക്ഷാ നടപടികളും ഉറപ്പാക്കിക്കൊണ്ട് യാത്രാ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി ഗൾഫ് അറബ് അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കായി T4 വഴിയുള്ള പരിമിതമായ വിമാനങ്ങൾ ക്രമേണ പുനരാരംഭിക്കുമെന്ന് കുവൈറ്റ് അധികൃതർ പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ദിവസവും പുലർച്ചെ 4 മണി മുതൽ രാത്രി 10 മണി വരെ വിമാന സർവീസുകൾ ഉണ്ടാകും. വിമാന കമ്പനികൾക്ക് തുടക്കത്തിൽ ഓരോ വിമാനം വീതം സർവീസ് നടത്താൻ അനുവാദമുണ്ട്. പ്രവർത്തനങ്ങൾ ക്രമേണ വർദ്ധിപ്പിച്ചതിനാൽ 50 ചെക്ക് ഇൻ കൗണ്ടറുകൾ സജീവമാക്കൽ, ഇമിഗ്രേഷൻ, സുരക്ഷാ പരിശോധനാ സൗകര്യങ്ങളുടെ പൂർണ്ണ പ്രവർത്തനം, സുഗമമായ യാത്രക്കാരുടെ നീക്കം ഉറപ്പാക്കൽ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളുടെ ഏകോപനം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. എയർ കാർഗോ, സ്വകാര്യ വ്യോമയാന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരും. യാത്രക്കാർ പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തണമെന്നും യാത്ര ചെയ്യുന്നതിന് മുമ്പ് അവരുടെ എയർലൈനുകളുമായി നേരിട്ട് വിമാന ഷെഡ്യൂളുകൾ സ്ഥിരീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതിന് അനാവശ്യ കൂട്ടാളികളെ ടെർമിനലിലേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കാനും അധികൃതർ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റുക, പൗരന്മാർക്കും താമസക്കാർക്കും യാത്രാ ഓപ്ഷനുകൾ വികസിപ്പിക്കുക, കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വ്യോമയാന സേവനങ്ങൾ ക്രമേണ സാധാരണ നിലയിലേക്ക് എത്തിക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.